നമസ്കാരം ചങ്ങായിമാരെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1998 പുറത്തിറങ്ങിയ ബ്രൈഡ് ഓഫ് ചക്കി എന്ന് പറയുന്ന സിനിമയുമായിട്ടാണ്. ഒരു ഹൊറർ സിനിമയാണ്. ഹൊറർ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെന്റുകളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കഥ ഞാൻ എൻ്റെതായ രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. പുള്ളിക്കാരൻ ഒച്ചയാക്കി തുടങ്ങി. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. ഒച്ചയാക്കുന്നത് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു പോലീസ് ഓഫീസറെ കാണിക്കുന്നു. പുള്ളിക്കാരൻ രാത്രി ആരും ഇല്ലാത്ത സമയത്ത് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അവിടെയുള്ള ഒരു ലോക്കറിൽ നിന്ന് ഒരു സഞ്ചി എടുത്തിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അയാൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചി അയാളുടെ കാറിന്റെ ബാക്കിൽ വെച്ചിട്ടുമുണ്ട്. മാത്രമല്ല ആരെയോ ഫോൺ വിളിച്ചിട്ട് അതിനുള്ളിലെ വസ്തുവിന് ഭയങ്കരമായിട്ട് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾക്ക് കാറിന് പിന്നിൽ ആരോ ഉള്ളതായിട്ട് തോന്നുന്നു. അയാൾ പതിയെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നു. ആ സഞ്ചിയൊക്കെ തുറന്നു നോക്കുന്നു. പെട്ടെന്ന് ആരോ അവന്റെ കഴുത്ത് അറുത്ത് ക്രൂരമായിട്ട് കൊല്ലുന്നു. ചെയ്തത് ആരാണെന്ന് നോക്കുമ്പോൾ ഒരു പെണ്ണാണ്. പേര് ടിഫ്നി. ആ സഞ്ചിക്കുള്ളിൽ ചക്കി എന്നു പേരുള്ള ഒരു പാവയാണുള്ളത്. അതിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ആ പോലീസുകാരനെ കൊല്ലുന്നത്. ആ പാവ തുണ്ടം തുണ്ടമാക്കിയിട്ട് ഓരോ പീസായിട്ടാണ് ആ സഞ്ചിക്കുള്ളിലുള്ളത്. എന്തിനാണ് അവൾക്ക് ആ ചക്കി എന്ന് പറയുന്ന പാവക്കുട്ടി? എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെഫ്നിയുടെ കാമുകൻ മരിച്ചുപോയി. അവന്റെ പ്രേതാത്മാവ് ഈ ചക്കി എന്ന പാവയിലാണ് ഉള്ളത് എന്ന് അവൾ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവൾ ആ പാവ എടുക്കുന്നത്. ഇപ്പോൾ പാവയെ പഴയ രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ ഓരോ ബോഡി പാർട്സും വെച്ച് തുന്നിക്കെട്ടുന്നു. അങ്ങനെ അവസാനം അവൾ തുന്നിച്ചേർത്ത് അതിനെ പഴയ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നു. ഇപ്പോൾ ആ പാവക്കുട്ടിയെ കാണാൻ ഒരുമാതിരി പ്രേതത്തിനെ കാണുന്ന പോലെയാണുള്ളത്. പ്രേതത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലും സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രേത രൂപമില്ലേ, അതായത് ഒരു പേടിപ്പെടുത്തുന്ന രൂപം. അതിനുശേഷം അവൾ ആ പാവക്കുട്ടിയെ എടുത്തിട്ട് ഒരു മന്ത്രക്കളം പോലെ വരച്ച് അതിനകത്ത് വെച്ച് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ മരിച്ചുപോയ തൻ്റെ കാമുകന്റെ ആത്മാവ് ആ പാവക്കുട്ടിയിലേക്ക് വരുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷെ അത് അനങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ടിഫ്നിയുടെ ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ ഇവള് കാണാതെ ആ പാവയെ മാറ്റി വെക്കണമല്ലോ. അതുകൊണ്ട് വേഗം പോയിട്ട് ആ പാവയെ മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ അവൾ നേരത്തെ വെച്ച ആ മന്ത്രക്കളത്തിനുള്ളിൽ അതിനെ കാണാനില്ല. അപ്പോൾ ടിഫ്നിക്ക് മനസ്സിലായി ആ പാവക്കുട്ടിക്ക് ജീവൻ വച്ചിരിക്കുന്നുവെന്ന്. അതേസമയം ആ പാവ ടെഫ്നിയുടെ ഫ്രണ്ടിനെ കെട്ടി വരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ടും ടെഫ്നി ഒന്നും ചെയ്യുന്നില്ല. അവൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പാവ ടെഫ്നിയുടെ സുഹൃത്തിന്റെ മുഖത്തേക്ക് തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് അവളെ ക്രൂരമായി കൊല്ലുന്നു. അത് കണ്ടിട്ടും ടെഫ്നി സന്തോഷത്തോടെ നിൽക്കുകയാണ്. കാരണം അവളുടെ കാമുകന്റെ ആത്മാവാണല്ലോ ആ പാവയിലുള്ളത്. അതുകൊണ്ട് അവൾക്ക് സന്തോഷം അടക്കാനായില്ല. അതിനുശേഷം ടെഫ്നി പോയി ആ പാവക്കുട്ടിയുടെ അടുത്തിരിക്കുന്നു. അതിനുശേഷം അതിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിനക്ക് ഈ മോതിരം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവളുടെ മോതിരം ഊരി കാണിക്കുന്നു. ഇത് ഞാൻ നിന്റെ ശവശരീരത്തിനടുത്ത് നിന്നാണ് എടുത്തത്. കല്യാണ മോതിരം പോലെ ഞാനിത് സൂക്ഷിക്കുകയാണെന്ന് ടെഫ്നി ചക്കിപ്പാവയോട് പറയുന്നു. അത് കേട്ടതോടെ ചക്കിപ്പാവ പൊട്ടിച്ചിരിച്ച് ഇവളെ കളിയാക്കാൻ തുടങ്ങി. നിന്നെയൊന്നും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് അവളെ വീണ്ടും വീണ്ടും കളിയാക്കുന്നു. ഇതോടെ ടെഫ്നിക്ക് ദേഷ്യം പിടിച്ചു. അവൾ എന്ത് ചെയ്തു എന്നറിയോ? ആ പാവയെ പിടിച്ച് ഒരു കൂട്ടിലടച്ചിടുന്നു. അടുത്ത സീനിൽ ഒരു ചെറുക്കനെയും പെണ്ണിനെയും കാണിക്കുന്നു. അവന്റെ പേര് ജെസ്സി എന്നും അവളുടെ പേര് ജെയ്ഡ് എന്നുമാണ്. ഇവരാണ് ഈ സിനിമയിലെ നായകനും നായികയും. നമ്മുടെ ജെസ്സി നായികയായ ജെയ്ഡിനെ കൂട്ടിയിട്ട് പോകാൻ വന്നതാണ്. അവളൊരു പാർട്ടിയിൽ പങ്കെടുത്തിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ രണ്ടുപേരും പോകുന്ന വഴിയിൽ പോലീസുകാർ പിടിക്കുന്നു. അങ്ങനെ പോലീസുകാർ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹീറോയിന്റെ അങ്കിളും അങ്ങോട്ടേക്ക് വരുന്നു. അയാളും ഒരു പോലീസുകാരനാണ്. നിന്നോട് ഇവന്റെ കൂടെ ഒന്നും കറങ്ങാൻ പോകരുതെന്ന് എത്ര പ്രാവശ്യം പറയണം, പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാവില്ലേ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവളെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ഹീറോ പാവം അവനാകെ വിഷമമായി പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവനിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഹീറോയുടെ ഫ്രണ്ട് പറയും, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും പരസ്പരം ഇഷ്ടമാണ്. പിന്നെ നിങ്ങളെന്തിനാ ഈ വീട്ടുകാരുടെ കാര്യം നോക്കുന്നത്? നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് നായകനെ സമാധാനിപ്പിക്കുന്നു. നമ്മുടെ ഈ ഹീറോയിൻ്റെ വീട് ശരിക്കും ടിഫ്നിയില്ലേ, അവളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇതേ സമയം നമ്മുടെ ടെഫ്നി എന്താ ചെയ്യുന്നതെന്നറിയോ? മറ്റൊരു പെൺപാവക്കുട്ടിയെ വാങ്ങി, നല്ല കല്യാണ പെണ്ണിനെ പോലെ അണിയിച്ച് ഒരുക്കിയിരിക്കുന്ന ഒരു പാവക്കുട്ടി. അതിനെ എടുത്ത് ഈ ചക്കി പാവക്കുട്ടി ഇരിക്കുന്ന കൂട്ടിലേക്ക് വയ്ക്കുന്നു. പാവം ഒറ്റക്കല്ലേ എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും കൂടടച്ച് അവൾ നേരെ കുളിക്കാനായിട്ട് കുളിമുറിയിലേക്ക് പോകുന്നു. അവിടെ ബാത്ത് ടബിൽ ടിവിയും കണ്ടുകൊണ്ട് സുഖമായിട്ടിരുന്ന് കുളിക്കുകയാണ് പുള്ളിക്കാരി. ആ സമയത്ത് ഈ ചക്കിപ്പാവ എന്ത് ചെയ്തു എന്നറിയോ? ആ പെൺപാവയുടെ കഴുത്തിൽ ഒരു റിങ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇവരെ പൂട്ടിയിട്ടിരിക്കുന്ന ആ കൂടിന്റെ കമ്പി അറുത്ത് മാറ്റി എങ്ങനെയൊക്കെയോ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. പന്ന പുന്നാര മോളെ, എന്നെയാണോ നീ അടച്ചിടുന്നതെന്ന് പറഞ്ഞിട്ട് കൊല വെറിയോട് കൂടിയിട്ട്
അവൻ ആ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ ടിഫ്നി ബാത്ത് കുളിച്ചോണ്ട് ടിവിയും കണ്ടിങ്ങനെ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചക്കിപ്പാവ് എന്ത് ചെയ്തു എന്നറിയോ? ആ ടിവി അങ്ങനെ തള്ളി ആ ബാത്ത് ടബിലേക്ക് ഇട്ടു. പിന്നെ പറയണ്ടല്ലോ, ഷോക്ക് അടിച്ച് നമ്മുടെ ടിഫ്നി അവിടെ കിടന്ന് വടിയാവുന്നു. ആസ്വദിച്ച് കുളിച്ചോണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോണ്ടേ ടിവിയും വീണ് അവളും വടിയായി. ചക്കി എന്നിട്ട് വിടുന്നു വിചാരിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്നറിയോ? വീണ്ടും മന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ചൊല്ലി ടിഫ്നിയുടെ ആത്മാവിനെ മറ്റൊരു പാവക്കുട്ടിയിലെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവസാനം അതിലവൻ വിജയിക്കുകയും ചെയ്യുന്നു. ടിഫ്നിക്കും നല്ല ദേഷ്യം വന്നു. തന്നെയും കൊന്നു ഇപ്പം പാവയാക്കി മാറ്റി എന്നുള്ള രീതിയിൽ അവനിട്ട് 2 പൊട്ടിക്കൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ചക്കിപ്പാവ പറയും, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുക, ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് വീണ്ടും മനുഷ്യരുടെ ശരീരത്തിലേക്ക് കടക്കാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ മരിച്ച സമയത്ത് എൻ്റെ കഴുത്തിലൊരു മാല കണ്ടിട്ടില്ലേ, അത് ഭയങ്കര പവർഫുള്ളാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് ചക്കിപ്പാവ ടിഫ്നി പാവയോട് പറയുന്നു. പക്ഷേ ആ ഡെഡ് ബോഡി ഇവരുള്ള സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയാണുള്ളത്. രണ്ടുപേരും ചോട്ടാ സാധനങ്ങളല്ലേ, അതുകൊണ്ട് കാറൊട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ആരെങ്കിലും വെച്ചിട്ട് ഡ്രൈവ് ചെയ്യിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ടിഫ്നി പാവ ഫോൺ എടുത്തിട്ട് അയൽക്കാരനായ നമ്മുടെ നായകനെ വിളിക്കുന്നു. എന്നിട്ട് പറയും, എൻ്റെ റൂമിൽ 2 പാവകളുണ്ട്, അതെടുത്തിട്ട് ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിനക്ക് $1000 തരാം. ഇത് കേട്ടവിടെ നായകൻ ഓക്കെ ശരിയെന്നും പറഞ്ഞിട്ട് നേരെ അവളുടെ റൂമിൽ പോയിട്ട് ആ 2 പാവയെടുത്ത് കാറിലിട്ടിട്ട് അവൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന യാത്രക്കിടയിൽ പെട്ടെന്ന് നായകന് നായികയെക്കുറിച്ച് ഓർമ്മ വരുന്നു. അവൻ അവളുടെ ഫ്രണ്ടിന്റെ സഹായത്തോടെ നായികയെ പോയി കാണുന്നു. എനിക്ക് നിന്നെ തന്നെ കല്യാണം കഴിക്കണം, പക്ഷെ നിന്റെ വീട്ടുകാരോട്ട് സമ്മതിക്കുകയില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ഓടിപ്പോവാം, രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നായികയെ ബ്രെയിൻ വാഷ് ചെയ്ത് സമ്മതിപ്പിക്കുന്നു. ശേഷം രണ്ടുപേരും കൂടിയിട്ട് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിനുള്ളിലേക്ക് കയറി പോകുന്നു. പക്ഷേ ഇതെല്ലാം നായികയുടെ അങ്കിൾ മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് അയാൾ പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടി കയ്യിലുണ്ടായിരുന്ന ബ്രൗൺ ഷുഗറിന്റെ പാക്കറ്റ് ഹീറോയുടെ കാറിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഇവർ പോകുന്ന വഴിയിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാമെന്നായിരുന്നു അയാളുടെ പ്ലാൻ. നായകനും നായികയും ഡ്രസ്സൊക്കെ എടുത്ത് കാറും എടുത്ത് പുറപ്പെട്ടു. പക്ഷേ പോകുന്ന വഴിയിൽ പോലീസുകാരുടെ കയ്യിൽ പെടുകയും ചെയ്യുന്നു. ആ പോലീസുകാരനായിട്ട് നായകനിട്ട് 2 പൊട്ടിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതോടെ ചക്കിപ്പാവയ്ക്കും ടിഫ്നിപ്പാവയ്ക്കും അവരുദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ 2 പേർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ആ പോലീസുകാരനിട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചക്കിപ്പാവ പുറത്തിറങ്ങി ഒളിച്ചൊളിച്ചു പോയിട്ട് ആ പോലീസുകാരൻ്റെ വണ്ടിക്കുള്ളിലെ പെട്രോൾ ടാങ്കിന് തീ വയ്ക്കുന്നു. അങ്ങനെ ആ പോലീസുകാരൻ പോകുകയായി. ആ ഗ്യാപ്പ് മുതലെടുത്ത് ഹീറോയും ഹീറോയിനും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് വാക്ക് തർക്കമായി രണ്ടുപേരും ഭയങ്കര അടിപിടി കൂടാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെ കൂടി അവസാനം രണ്ടുപേരും അടിയൊക്കെ നിർത്തിയിട്ട് എത്രയും വേഗം കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു ചർച്ചിലേക്ക് പോകുന്നു. അവിടെ വെച്ച് രണ്ടുപേരും വിവാഹിതരാകുന്നു. ഇതേ സമയം ടിഫ്നിപ്പാവയും ചക്കിപ്പാവയും പുറത്ത് കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ. പള്ളിയിൽ നിന്നുള്ള ആ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ ടിഫ്നിപ്പാവയ്ക്ക് തൻ്റെ കല്യാണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. ആ ചക്കിപ്പാവയ്ക്കുള്ളിലിരിക്കുന്ന തൻ്റെ കാമുകനെ കല്യാണം കഴിക്കുന്നതിന് എത്രമാത്രം താൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ചിന്തിക്കുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുന്നു. അതേസമയം അവരുടെ റൂമിലേക്ക് ഒരു കപ്പിൾസ് വരുന്നു. അവരുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് കമ്പനിയൊക്കെ ആയതിനു ശേഷം അവർ ശ്രദ്ധിക്കാതിരുന്ന ഒരു സമയത്ത് അവരുടെ പേഴ്സും അടിച്ചു മാറ്റിക്കൊണ്ട് അവർ നൈസായിട്ട് പോകുന്നു. പക്ഷേ ഇതൊക്കെ നമ്മുടെ ടിഫ്നിപ്പാവ കാണുന്നുണ്ടായിരുന്നു. ആ കപ്പിൾസ് നേരെ അവരുടെ റൂമിലേക്ക് വന്നിട്ട് ആ പേഴ്സിലുള്ള പൈസയൊക്കെ എണ്ണി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിഫ്നിപ്പാവയും അവരെ ഫോളോ ചെയ്ത് അവരുടെ റൂമിലേക്ക് എത്തുന്നു. ശേഷം മുകളിൽ സീലിങ്ങിലുണ്ടായിരുന്ന എല്ലാ ഗ്ലാസുകളും തല്ലി പൊട്ടിക്കുന്നു. ഈ കപ്പിൾസ് ആണെങ്കിൽ താഴെ കിടക്കുകയല്ലേ, ഈ ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞ് അവരുടെ മേലേക്ക് വീണ് ചോരയൊക്കെ തെറിച്ച് അവർ അവിടെ കിടന്ന് മരിക്കുന്നു. ഈ ടിഫ്നിപ്പാവ ആളെ കൊല്ലുന്ന ആ ഒരു മെത്തേഡ് കണ്ടിട്ട് നമ്മുടെ ചക്കിപ്പാവയ്ക്ക് ടിഫ്നിപ്പാവയോട് പ്രേമം വരുന്നു. പ്യാർ ഇഷ് കാതൽ. അങ്ങനെ ചക്കിപ്പാവ ടിഫ്നിപ്പാവയെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നു. ആ വെഡിങ് റിംഗ് ഉണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതോടെ ടിഫ്നിക്ക് ഭയങ്കര സന്തോഷമാവും. അവള് ചക്കിയെ കെട്ടിപ്പിടിച്ച് കരയും, ആനന്ദ കണ്ണീർ. ഇതേ സമയം നായകനും നായികയും പരസ്പരം തല്ലുകൂടിയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണിക്കാതെ തിരിഞ്ഞു കിടക്കുകയാണ്. ഇത്രയും നാൾ നടന്ന ഓരോ പ്രശ്നങ്ങൾക്കും അവരാണ് കാരണമെന്ന് അവർ ചിന്തിച്ചിട്ട് അതിന്റെ പേരിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് മിണ്ടാതെ അടികൂടിയിരിക്കുന്നത്. അങ്ങനെ നായിക തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തങ്ങൾ കല്യാണം കഴിച്ച വിവരം പറയുന്നു. അപ്പോൾ ഫ്രണ്ട് പറയും, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരും നടക്കുന്നത്, അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ പിടിയിൽ പെടരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ
ഹോട്ടൽ മുറികളൊക്കെ ക്ലീൻ ചെയ്യാൻ വന്ന ലേഡി ഈ 2 കപ്പിൾസും മരിച്ചു കിടക്കുന്നത് കണ്ട് അലറി നിലവിളിക്കുന്നു. ശബ്ദം കേട്ട് നായകനും നായികയും അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ അവരും കാണുന്നത് ഈ ശവശരീരമാണ്. ഉടനെ തന്നെ അവരവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നു. കാരണം അല്ലെങ്കിൽ ഈ മരണത്തിന് ഉത്തരം അവർ തന്നെ പറയേണ്ടി വരുമെന്ന് അവർക്ക് തോന്നി. അവരവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നു. നായികയെയും നായകനെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ടും അവരുടെ കൂടെ കൂടുന്നു. വാനിൽ വെച്ചിട്ട് ഫ്രണ്ട് അവരോട് പറയും, നിങ്ങൾ കല്യാണം കഴിച്ചു, ഇപ്പൊ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കാര്യം പറഞ്ഞ് സംസാരിച്ച് തല്ലുകൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ പരസ്പരം പഴിചാരുന്ന ഈ സ്വഭാവം ഒന്ന് നിർത്തുക. നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ വിശ്വാസത്തോടെ വേണ്ടേ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിക്കുന്നു. അതിനിടയിൽ ആ വാനിലുണ്ടായിരുന്ന ഒരു പെട്ടി ആ ഫ്രണ്ട് തുറക്കുന്നു. അതിനുള്ളിലുള്ള കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോയി. നായികയുടെ അമ്മാവനെ ആരോ ക്രൂരമായി കൊന്ന് അതിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതോടെ ഫ്രണ്ടിന് ആകെ പേടിയായി അതിനുള്ളിൽ നിന്ന് കിട്ടിയ ഒരു തോക്കെടുത്തിട്ട് നായകന്റെയും നായികയുടെയും നേരെ ചൂണ്ടുന്നു. അവൻ വിചാരിച്ചിരിക്കുന്നത് ഈ കൊലയും ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടുപേരും തന്നെയാണ് എന്നാണ്. പെട്ടെന്ന് ചക്കിപ്പാവയും ടെഫ്നിപ്പാവയും തങ്ങളുടെ വിശ്വരൂപം അവർക്ക് മുന്നിൽ കാണിക്കുന്നു. രണ്ടുപേരും തോക്കെടുത്ത് ആ ഫ്രണ്ടിന് നേരെ ചൂണ്ടി നിൽക്കുന്നു. അതോടെ അവൻ പേടിച്ച് ആ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മാറിയ ഉടനെ ഒരു ലോറി വന്ന് അവനെ ഇടിച്ച് ചതച്ചരച്ചു കൊണ്ടുപോകുന്നു. അതിനുശേഷം നായികയും നായകനെയും തോക്ക് കാണിച്ച് വിരട്ടിക്കൊണ്ട് ചക്കിപ്പാവയും ടിഫ്നിപ്പാവയും അവർ പറഞ്ഞ ലൊക്കേഷനിലേക്ക് വണ്ടി വിടാൻ പറയുന്നു. നടന്ന എല്ലാ കൊലകൾക്കും കാരണം ഈ 2 പാവകളുമാണ് എന്ന് നായകന് മനസ്സിലായി. മാത്രമല്ല തൻ്റെ അയൽക്കാരിയായ ടിഫ്നിയുടെ പ്രേതമാണ് ആ പാവയിൽ ഒന്ന് എന്നും അവന് മനസ്സിലാവുന്നു. ആ കാറിൽ തന്നെ ഒരു കിച്ചണ് വേണ്ട എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടിഫ്നിപ്പാവ ചക്കിപ്പാവയ്ക്ക് വേണ്ടി നന്നായിട്ട് കുക്ക് ചെയ്ത് കുക്കീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അടികൂടുകയും ചെയ്യുന്നു. എന്താ സംഭവം എന്നറിയോ? തിന്ന പാത്രം ആര് കഴുകുമെന്നുള്ള വാക്ക് തർക്കം തന്നെ. രണ്ടുപേരും പ്ലേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ സമയം നോക്കി നമ്മുടെ നായിക ടെഫ്നിപ്പാവയെ ചവിട്ടി ഓവനിലേക്ക് കയറ്റുന്നു, വാതിലടക്കുകയും ചെയ്യുന്നു. നായകനാവട്ടെ എങ്ങനെയൊക്കെ കൂടിയിട്ട് ചക്കിപ്പാവയെയും ചവിട്ടി പുറത്തേക്കിടുന്നു. പക്ഷേ ആ വീഴുന്നതിനിടയിൽ ചക്കിപ്പാവ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് നായകനിട്ട് പടാക്കെന്നും പറഞ്ഞിട്ട് ഒരു വെടിയും വെക്കുന്നു. നായകന്റെ മേലെ കൊള്ളുന്നില്ല, എന്നാലും കൺട്രോൾ പോയിട്ട് ആ വാൻ ഇടിച്ചു മറിയുന്നു. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രം ആർക്കും വലുതായിട്ട് അപകടമൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴേക്കും മൈക്രോവേവ് ഓവനിൽ നിന്നും ടെഫ്നിപ്പാവ പുറത്തേക്ക് വരുന്നു. ഒരുമാതിരി കറുത്ത് കരിക്കട്ടയായ കഞ്ഞിക്കലം പോലെയുണ്ട് പുള്ളിയെ ഇപ്പം കാണാൻ. ടെഫ്നിപ്പാവ നേരെ നായികയെ പിടിച്ച് ചെവിയൊക്കെ കട്ടിച്ച് പറിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ നായകൻ എങ്ങനെയൊക്കെയോ കൂടി ടെഫ്നിപ്പാവയെ അവിടെ നിന്ന് അടിച്ച് തെറിപ്പിച്ചിട്ട് നായികയെ രക്ഷപ്പെടുത്തുന്നു. അവർ പുറത്തിറങ്ങിയപ്പോഴേക്കും ആ വാൻ പൊട്ടിത്തെറിക്കുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ചക്കിപ്പാവയുടെ കയ്യിൽ ഒരു ഗണ്ണല്ലേ ഇരിക്കുന്നത്. അത് ചൂണ്ടിയിട്ട് നായികയും നായകനെയും കൊണ്ട് അവർ ടെഫ്നിയുടെ കാമുകന്റെ കല്ലറയ്ക്ക് അടുത്തേക്ക് എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം നായികയെ തോക്ക് ചൂണ്ടി ആ കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി അവന്റെ മാല എടുത്തുകൊണ്ടുവരാൻ പറയുന്നു. വേറെ വഴിയൊന്നുമില്ലാതെ നായിക അത് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ എന്ത് ചെയ്തു എന്നറിയോ? ടെഫ്നിപ്പാവയെ പിടിച്ച് കൈ കിട്ടിയ ഒരു തോക്ക് അവളുടെ തലയിലേക്ക് ചൂണ്ടി ചക്കിപ്പാവയെ ഭീഷണിപ്പെടുത്തുന്നു. ഇവളെ ഞാനിപ്പോൾ വെട്ടിവെച്ച് കൊല്ലും. അപ്പോൾ ചക്കിപ്പാവ പറയും, നീ കൊല്ലടേ, എനിക്കിപ്പോൾ ഇനി അവളുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞു, ഇനി എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനറിയാം എന്നും പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് നായികയുടെ നേരെ വീശിയെറിയുന്നു. നായകൻ ചാടി വന്ന് നായികയെ തള്ളി മാറ്റി ആ കത്തിയേറ് അവന്റെ മുതുകിൽ വാങ്ങുന്നു. അപ്പോഴേക്കും ചക്കിപ്പാവ വന്ന് ഈ 2 പേരെയും പിടിച്ച് കെട്ടിയിടും. ഇതൊക്കെ കണ്ടു നിന്ന നമ്മുടെ ടെഫ്നിപ്പാവയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. എന്താ കാര്യം എന്നറിയോ? നായകൻ നായികയോട് കാണിക്കുന്ന ആ സ്നേഹം കണ്ടിട്ട് എനിക്ക് ഇതുപോലുള്ള ഒരു ഇഷ്ടം ആരിൽ നിന്നും ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. കാരണം അവളുടെ കാമുകനോടുള്ള അവളുടെ ഇഷ്ടം കാരണമാണ് ആ പാവ ഇത്രയും കാലം ചെയ്യുന്നതൊക്കെ അവൾ കണ്ടതും സഹിച്ചതും അതിന്റെ കൂടെ നിന്നതുമൊക്കെ. പക്ഷെ ആ സ്നേഹമൊന്നും ചക്കിപ്പാവയിൽ നിന്ന് അവൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള വിഷമം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതേ സമയം ആ ചക്കിപ്പാവ അവന്റെ മാലയൊക്കെ എടുത്തിട്ട് ആഭിചാരക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിലേക്ക് ആത്മാവ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അവൻ. അപ്പോൾ നമ്മുടെ ടെഫ്നിപ്പാവ എന്ത് ചെയ്തു എന്നറിയോ? നേരെ പോയി ചക്കിപ്പാവയ്ക്ക് ഒരു കിസ്സൊക്കെ കൊടുത്ത് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവന്റെ ശരീരത്തിൽ ആഞ്ഞു കുത്തി അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. തുടർന്ന് 2 പേരും തമ്മിൽ ഭയങ്കരമായിട്ട് അടിയുണ്ടാവുന്നു. പാവകൾ തമ്മിലുള്ള മരണമാസ അടി. ചക്കിപ്പാവയും ടിഫ്നിപ്പാവയും കൂടി നല്ല പൊട്ടി പാറ്റിയ കിടിലനടി. അതിനിടയിൽ ചക്കിപ്പാവ നമ്മുടെ ടിഫ്നിപ്പാവയെ കത്തികൊണ്ട് കുത്തി കൊല്ലുന്നു. അപ്പോഴേക്കും നായകൻ എങ്ങനെയൊക്കെയോ കൂടി രക്ഷപ്പെട്ട് നമ്മുടെ ചക്കിപ്പാവയെ അടിച്ച് തെറിപ്പിച്ച് അവന്റെ ആ ശവക്കല്ലറയ്ക്കുള്ളിലേക്ക് തന്നെ ഇടുന്നു. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ കറക്റ്റായിട്ട് ആ സ്ഥലത്തേക്ക് എത്തുന്നു. ഇങ്ങനെ പ്രേതം കൂടിയ പോലെ കളിക്കുന്ന ചക്കിപ്പാവയെ കണ്ടിട്ട് അയാൾ അന്തം വിട്ടു പോകുന്നു. പോലീസുകാരൻ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ചക്കിപ്പാവയെ കണ്ടിന്യൂസ് ആയിട്ട് ടപ 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 എന്ന് പറഞ്ഞ് വെട്ടിവെച്ച് കൊല്ലുന്നു. ഞാൻ തീർച്ചയായും തിരിച്ചു വരുമെടാന്നും പറഞ്ഞിട്ടാണ് ചക്കിപ്പാവ മരണമടിയുന്നത്.
ഇതൊക്കെ കണ്ടതോടെ ആ പോലീസുകാരന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നായകനെയും നായികയെയും അറസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക് പോവാൻ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം ആ പോലീസുകാരൻ അവിടെ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ടിഫ്നി പാവയുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞിനെ കാണിക്കുന്നു. അതെന്താണെന്ന് നോക്കാൻ അയാൾ കുനിഞ്ഞിരിക്കുമ്പോഴേക്കും ആ കുട്ടി എണീറ്റ് വന്ന് ഭയങ്കരമായിട്ട് ആ പോലീസുകാരനെ അറ്റാക്ക് ചെയ്യുന്നു. ആ സീനോടുകൂടി സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങളും സിനിമാ കഥകളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. കൊച്ചുകുട്ടിയാണ്, വലുതാവുന്നതേ ഉള്ളൂ. അമ്മയുടെ അടുത്തേന്ന് മാറ്റിയതിൻ്റെ ഒരു വലിയ ഇതാണ് തിരിച്ചു കൊണ്ടാക്കട്ടെ. അപ്പോൾ കാണാം.